ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോണെന്ന് വെച്ചാൽ യൂണിക്കോണിന്റെ കാർബറ്റ് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യലെന്നാണ് എളുപ്പത്തിൽ. അതുകൊണ്ട് ഇതിന്റെ കംപ്ലൈന്റ് വെച്ചാൽ രാവിലെ എടുക്കുമ്പോൾ മിസ്സിങ്, മൈലേജ് ഷോർട്ടിങ്, പുള്ളിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ കസ്റ്റമർ. അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ യൂണിക്കോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എങ്ങനെ കാർബറ്റർ അയക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സൈഡിലാണ് കാർബറ്റ് വരേണ്ടോ. ഈ ഒരു സൈഡ് കാറിൻ്റെ റൈറ്റ് സൈഡിൽ കിക്കറിൻ്റെ അടുത്താണ് കാർബറ്റ്. അതിന് നമ്മൾ സൈഡ് കവർ ഫസ്റ്റ് അയക്കണം. അതിന് നമുക്ക് പിന്നെ സീറ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് സൈഡ് കവർ അയക്കാനാവും. സീറ്റ് ചായ ഉപയോഗിച്ചിട്ട് ബാക്ക് തട്ടി ഒരു ചെറിയ പിന്നുണ്ടാവും പൊന്തിച്ചിട്ട് നമ്മൾ സീറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഇതിന് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടാവും, നമ്മൾ ഊരി വെച്ചതാണ്. പിന്നെ 3 സ്ക്രൂ ഉണ്ടാവും കേട്ടോ. ഒരു സ്റ്റാർ അതാവുള്ള, പിന്നെ നേരത്തെ വേണ്ട മുകളിലുണ്ടാവും ഒരു സ്റ്റാർ ഫസ്റ്റ് ഊരാം. പിന്നെ അതിൻ്റെ മുകളിലത്തെ നമ്മൾ ഊരി വെച്ചാണ് 3 സ്ക്രൂ ഒന്ന് താഴ്ത്തും ഉണ്ടാവും ടയറിൻ്റെ സൈഡിൽ. പിന്നെ നമ്മൾ ഊരി എന്നിട്ട് കാർബൻ്റെ ഈ ഒരു പുറത്ത് വരുന്ന അനുസരിച്ച് നമ്മുടെ കപ്പ് ഊരിയെടുക്കണം. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഊരിയാൽ നമുക്ക് ആ ഒരു കാർബറ്റ് സൈഡിലായി വരുന്നത് കൊണ്ട് കാർബൻ്റെ 2 ഞെട്ട് സ്റ്റാർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നമ്മളിത് അയക്കാൻ. അതുകൊണ്ട് ഇത് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ രാവിലെ സ്റ്റാർട്ടാകാൻ പണിയാണ്. പിന്നെ പുള്ളിങ്ങില്ല, മൈലേജൊക്കെ പറ്റേ കമ്മിയാണെന്നാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞു ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് കാർബറ്റ് ഒന്ന് അയച്ചു നോക്കാം. അതുകൊണ്ട് നമുക്ക് കാർബറ്റിൻ്റെ അത് അയച്ചിട്ട് 10ൻ്റെ ഡബിൾ എൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ കേബിൾ ലൂസാക്കി എടുക്കാം. എന്നിട്ട് വേണം നമുക്ക് കാർബറ്റ് ഇങ്ങോട്ട് ഇളക്കാൻ. അത് അയച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 സ്ക്രൂ കാർബറ്റിൻ്റെ ഹോസ് കണ്ടില്ലേ, എയർ ഫിൽറ്ററിൽ പോണ ഹോസിൻ്റെ അവിടെ ഒരു സ്റ്റാർ ഉണ്ടാവും. അതിൻ്റെ ഫ്രണ്ടിൽ ഇൻസുലേറ്റർ ഫ്രണ്ടിലത്തെ അവിടെ ഒരു സ്റ്റാർ ഉണ്ടാവും. ആ 2 സ്റ്റാർ ലൂസാക്കിയാൽ പിന്നെ നമുക്ക് കാർബേറ്റും കൂടി ലൂസാക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ലെഫ്റ്റ് സൈഡ് പോയിട്ട് ഈ ഒരു സൈഡ് കാറും കൂടി ഊരിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കാർബറ്റ് ഊരിയെടുക്കാനുണ്ടാവും. മുകളിലൊരു ഞെട്ടുണ്ടാവും, അതിൻ്റെ നേരെ താഴെ ഒരു ഞെട്ടുണ്ടാവും. ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. കൊണ്ട് 3 ഞെട്ടാ വരുമെന്ന് ശ്രദ്ധിക്കണം. ഇതിന് ശേഷം നമുക്ക് കാർബറ്റിൻ്റെ ഉണ്ടോ പെട്രോൾ ടാപ്പിൻ്റെ ഇത് ഓഫ് വെക്കുക. നേരെ മുന്നോട്ട് അരമാർക്കാക്കിയിട്ട് പെട്രോൾ പൈപ്പ് ഊരുക കാർബറ്റിൽ. എന്നിട്ട് നമുക്കൊരു സെൻസറിൻ്റെ ആ ഒരു പിന്ന് ഊരണം. ആ പിന്ന് ഊരണം എന്ന് വെച്ചാലാണല്ലോ ഒരു പ്രസ് ചെയ്തും കൂടെ വലിച്ചാൽ മതി. അവിടെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ടാവും, പ്രസ് ചെയ്തും കൂടെ വലിച്ചാൽ സിമ്പിളായിട്ട് കിട്ടും ഉണ്ടല്ലേ. എന്നിട്ട് ശേഷമാണ് നമുക്ക് പിന്നെ കണ്ടില്ലേ പെട്രോൾ പൈപ്പ് സെൻസറിൻ്റെ ദൂരിട്ട് കാർബറ്റ് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇങ്ങനെ എയർ ഫിൽറ്ററിൻ്റെ ഓസിൻ്റെ അവിടെ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ടും കൂടെ പുറത്തേക്ക് ഊരാൻ കിട്ടും. കണ്ടില്ലേ, തിക്കിയാൽ സിമ്പിളായിട്ട് ഊരുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ചോക്കിൻ്റെ കേബിൾ ലൂസാക്കാൻ കേട്ടോ. ഈ ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ടോയെന്നോ സ്റ്റക്ക് ഉണ്ടോയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെ കൊണ്ടും രാവിലെ മിസ്സിങ് വരാനും മൈലേജ് ഷോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫുള്ള് കറക്റ്റായി എടുക്കാൻ കണ്ടില്ല, നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു 14ൻ്റെ ഡബിൾ എൻഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഈ ചോക്ക് കേബിളിനെ കൊണ്ട് കൂടുതലും ഇങ്ങനെ യൂണിക്കോൺ ഇങ്ങനത്തെ ഷൈൻ മോഡൽ വണ്ടിക്കൊക്കെ പ്രോബ്ലം വരാണ്ടാകും. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ചെക്ക് ചെയ്യണം. ചെറുങ്ങനെ ചോക്ക് കേബിൾ ടൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റക്ക് ഉണ്ടെങ്കിലും മിസ്സിങ്ങും മൈലേജ് ഷോട്ടിങ്ങും നല്ലോണം കാണിക്കും. അത് ശ്രദ്ധിക്കണം. അത് ഞാൻ ഇങ്ങനെ വീണ്ടും പറയുന്നുണ്ടല്ലോ, അതിൽ ഇത് കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റക്കാൻ സാധ്യതയുണ്ട്. കേബിൾ ടൈറ്റ് ഉണ്ടോ നോക്കണം, ഫുള്ള് ലൂസാക്കി എടുക്കണം. അല്ലെങ്കിലും മൈലേജ് ഷോട്ടിങ്ങും മിസ്സിങ്ങും രാവിലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കണം. എന്നതിന് ശേഷം നമുക്ക് കാർബറ്റ് ജസ്റ്റ് നമുക്ക് ഒന്ന് അയച്ചു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കരട് ഇതൊക്കെ ഉണ്ട്. അതിന് 3 സ്ക്രൂ ഉണ്ടാവുക. ഒരു സ്റ്റാർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 3 സ്ക്രൂ അയച്ചെടുത്താൽ സിമ്പിളായിട്ട് നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു കസ്റ്റമർ രാവിലെ എടുക്കാൻ പെട്ടെന്നായിട്ട് ഒരു വൈക്ക് പോകാനൊന്നും അല്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായി തീർച്ചയായും നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കണം. അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ വന്ന് ഇങ്ങോട്ട് സബ്സ്ക്രൈബറിന് യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അയച്ചാണ്. കണ്ടോ ഫുള്ള് കണ്ടില്ലേ, ഉള്ളിൽ കണ്ടില്ലേ കരടാണ് കണ്ടില്ലേ. കരട് നമ്മൾ പെട്രോൾ ഫുൾ അതിലത്തെ മറച്ച് വെച്ചുകൊണ്ടാണ് ഫുള്ള് ഒരു പാത്രത്തിൽ പെട്രോൾ പോയതുകൊണ്ടാണ് അതിൽ പെട്രോൾ കാണുന്നത്. പിന്നെ നമുക്ക് ഈ 2 ജെറ്റ് ഊരണം. ചെറിയ 2 ജെറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് മിസ്സിങ്ങും മൈലേജിൻ്റെ പ്രോബ്ലവും ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. ജെറ്റ് ബ്ലോക്ക് ആയാലൊക്കെ ഉണ്ടാവും. അതിന് മുന്നേ നമ്മൾ ആ ഒരു ഫ്ലോട്ടും നീഡിലും അയച്ച് പുറത്തേക്കാക്കി വെക്കുക. എന്നിട്ട് നമുക്കൊരു ഉണ്ടല്ലോ ഫ്ലോട്ടും നീഡിലും പുറത്തേക്കാക്കി വെച്ചിട്ട് വേണം ഒരു ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് വലിയ ജെറ്റ് അയച്ചെടുക്കുക. കണ്ടില്ലേ, വലിയ ജെറ്റുമ്മിൽ കരടും ഇത് കാര്യങ്ങളൊക്കെ കണ്ട് കണ്ടില്ലേ, മണ്ണും പൊടിയും കണ്ടില്ലേ. അങ്ങനെ അത് ഹോൾസിൽ നമ്മളെ ജെറ്റിൻ്റെ ഹോൾസിൽ ബ്ലോക്കായി കിടന്നാൽ മിസ്സിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ എയർ ജെറ്റ് വാൽ ജെറ്റ് എന്നൊക്കെ പറയും, അത് ലൂസാക്കി വെച്ച ശേഷം അതിനും നമുക്ക് ഈ ഹോൾസൊക്കെ ഉണ്ടാവും കണ്ടില്ലേ. ഹോൾസൊക്കെ ക്ലിയറായി കൊടുക്കണം. അത് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ ഫുള്ള് വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഫുള്ളും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെ കംപ്ലയിൻ്റ് ആണ് വരിക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് അത് നമ്മൾ അയച്ചെടുത്തതിന് ശേഷം നമ്മളെ വാക്കം പിസ്റ്റണ് കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കാം. ഈ ഒരു വാക്കം പിസ്റ്റണിൻ്റെ പ്രോബ്ലം കൊണ്ടും രാവിലെ എടുക്കുമ്പോൾ മിസ്സിങ് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ വരും. ഞാൻ വേറെ കാർബൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ കൊണ്ട് ശ്രദ്ധിക്കണം. ഞാനത് അയച്ച് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ ഫുള്ള് കരടാണ്. അതുകൊണ്ട് നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്.
പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ട് ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ബാക്കിയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മളൊരു കാർബണിൻ്റെ മുകളിൽ ഒരു കപ്പിന് 2 സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും, അങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ വാക്വം പിസ്റ്റൺ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. കൂടി ഈ വാക്വം പിസ്റ്റൺ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നല്ല കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ വണ്ടിക്ക്. ഈ വണ്ടി മിസ്സിങ് ആയിരിക്കും, സ്റ്റാർട്ടാകാൻ പണിയായിരിക്കും. ഇത് കൂടുതലും വരുന്നതാണ് ഷൈന്, യൂണിക്കോൺ, പൾസർ വണ്ടിയിലൊക്കെ ഞാൻ കൂടുതലും പറയുന്നതാണ്. കൊണ്ട് ഈ ഒരു കാര്യം നോക്കണം. ഈ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടായാലും മതി. പക്ഷേ ഈ സ്ക്രാച്ച് ആ വൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ട് അതിൻ്റെ മുകളിൽ കണ്ടില്ല, ഈമേൽ സ്ക്രാച്ചായിട്ട് വന്നില്ല, ഒരു കളറ് പോയിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. എന്നാലും ആ മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇതിൽ മാറ്റുന്നില്ല, പക്ഷേ നിങ്ങൾ കയ്യിൽ നിന്ന് മാറ്റി കൊടുക്കുക. 600 രൂപയാണ് അതിൻ്റെ റേറ്റ്. അത് ഫുള്ള് കരടാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ വാക്വം പിസ്റ്റൺ എന്തായാലും മാറ്റി കൊടുക്കണം. അതിനെക്കൊണ്ട് കൂടുതൽ വരും. എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പെട്രോൾ എടുത്തിട്ട് നമുക്ക് നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാണ്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഇത് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ, വീട്ടിൽ നിന്നൊക്കെ അടിച്ച് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ എയറൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പിന്നുണ്ടാവും. ആ പിന്ന് മിസ്സായി പോകണമെന്ന് നോക്കണം. അത് എയർ അടിക്കുമ്പോൾ പിന്ന് മിസ്സായി പോകും. ഞാൻ കാണിച്ചു തരാം ഏതാ പിന്നെന്നില്ല ക്ലീൻ ചെയ്തിട്ട്. അല്ല ഇപ്പം എന്നാൽ കാണിച്ചു തരാം. ജെറ്റ് അയക്കുമ്പോൾ കാണിച്ചു തരേണ്ടിയായും. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു പിന്നാണ് ജസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ എയറൊക്കെ അടിക്കുമ്പോൾ കയ്യിൽ നിന്ന് എയർ നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ ഗണ്ണ് ഉപയോഗിച്ചിട്ട് എയർ അടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ എയർ അടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തെറിച്ച് പോകാൻ ഒരു ഇതുണ്ട്. ആ വലിയ ജെറ്റുണ്ട്, എയർ ജെറ്റിൻ്റെ ഫസ്റ്റ് അയച്ച ജെറ്റിൻ്റെ ഉള്ളിലാണ് ആ ഒരു പിന്നുണ്ടാവും. അതുകൊണ്ട് ആ പിന്ന് പോകാണ്ട് ശ്രദ്ധിക്കണം. ഇത് നന്നാക്കി കണ്ടില്ലേ, അത്രയും കരടായി എടുക്കുക. നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം പെട്രോൾ എടുത്തിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ. കണ്ടില്ലേ, നല്ലോണം ബ്രഷ് ഉള്ളിലൊക്കെ ഇട്ടിട്ട് വരുത്തി കൊടുത്തിട്ട് പിന്നെ വേണം നമുക്ക് പെട്രോൾ വെച്ചിട്ട് മുകളിൽ ക്ലീൻ ചെയ്തിട്ട് അതിനെക്കൊണ്ട് പിന്നെ നമുക്ക് പിന്നെ എയർ ഗണ്ണ് എടുത്തിട്ട് നന്നാക്കി ഹോൾസൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. കണ്ടില്ലേ, ഫുള്ള് ഇതാക്കിയിട്ട് നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട്. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എയർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലത്തെ പിന്നൊക്കെ പോകാൻ സാധ്യത ഉണ്ട്, ഒരു പിന്ന് വരാൻ സാധ്യത ഒക്കെ ഉണ്ടാവും. കൊണ്ടൊന്ന് മിസ്സായി പോകാനിൽ നോക്കണം. അതുകൊണ്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കണ്ടില്ലേ ഉള്ളിലൊക്കെ നല്ല കരടും ഇതൊക്കെ ഉണ്ടായി. ഇപ്പോൾ കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല വൃത്തിയായി. ചോക്ക് കേബിൾ ഇറക്കുന്ന ആ ഒരു പിന്നെ ഇറക്കുന്ന അതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് എയർ ഗണ്ണ് എടുത്തിട്ട് എയർ അടിച്ചു കൊടുക്കുക. എയർ അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ പൊടിയോ കരടൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെങ്കിൽ അത് പോയി കിട്ടും. അതിനെ കൊണ്ടാണ് നമ്മൾ എയർ അടിക്കാൻ വേണ്ടി. ആ ഒരു പിന്നാണ് ഞാൻ പറഞ്ഞത്. ആ പിന്ന് നോക്കണം, ഊരിപ്പോയാൽ പിന്നെ കിട്ടാൻ പ്രയാസമാണ്. കാർബറേറ്റർ പുതിയത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ എയറൊക്കെ അടിക്കുമ്പോൾ തെറിച്ച് പോകാൻ സാധ്യത ഉണ്ട്. അതിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ലിയറായി നോക്കി കൊടുക്കുക. എന്നുവെച്ചാൽ എല്ലാ ഹോൾസും എയർ നല്ല ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ ഒരു നിബിൾ പോണ്ടാണ് ഇറങ്ങേണ്ടി അവിടെയൊക്കെ നല്ലോണം അടിച്ചു കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് പിന്നെ ചെറിയ ജെറ്റുകൾ ക്ലീൻ ചെയ്യണം. ജെറ്റുകൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് കത്തി ഉപയോഗിച്ചിട്ട് നല്ലോണം വരണ്ടി കൊടുക്കുക. ഈ പൂപ്പലും ഇതൊക്കെ അതിൽ പറ്റിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ ചെറിയൊരു പെട്രോൾ ഉപയോഗിച്ച് കഴുകിയിട്ട് നമുക്ക് അതും കൂടി ഒന്ന് വരണ്ടി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വയറിൻ്റെ പിന്നെടുത്തിട്ട് ഇറക്കിയിട്ട് ഹോൾസൊക്കെ ക്ലിയർ ആയി കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നൊരു വർക്കാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വയറിൻ്റെ പിന്നെടുത്തിട്ട് ആ ഹോൾസൊക്കെ കണ്ടീഷനൊക്കെ ക്ലിയറായി കൊടുക്കുക. എന്നാലും മിസ്സിങ് ഉണ്ടാവില്ല, മൈലേജ് പോപ്പുലറായി കിട്ടും. രാവിലെ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം വന്നാലാണ് കൂടുതൽ വണ്ടിക്കും ഇങ്ങനത്തെ ഈ ഒരു ഹോൾസ് ബ്ലോക്കായി പോകാനാണ് ഈ പൂപ്പലൊക്കെ കയറിയിട്ട് പെട്രോളിൽ കരട് ഇറങ്ങിയിട്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും. അതുകൊണ്ട് പിന്നെ ആ ഒരു പിന്നെ നമ്മൾ ചെറിയൊരു ഏത് വയറായാലും മതി, അങ്ങനത്തെ വയറെടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് എയർ അടിച്ചാൽ ക്ലിയറായി കിട്ടും. എയർ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അല്ലാതെ എന്തോ ഊതി കൊടുത്ത് റെഡിയാക്കിയാൽ മതി. എയർ ഉണ്ടെങ്കിൽ നമ്മൾ എയർ അടിക്കുന്നതാണ് നല്ലത്, എന്നാലും നല്ലോണം ക്ലിയറായി കിട്ടും. അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ എയർ ഗണ്ണ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ക്ലീൻ ചെയ്ത് പിന്നെ അടുത്ത ഫ്ലോട്ടും നന്നാക്കി ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉണ്ടല്ലോ, ബ്രഷ് ഉപയോഗിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുക. നീഡിൽ നോക്കുക, നീഡിലിന് സ്റ്റക്ക് എന്തുണ്ടോ നോക്കുക. നീഡിലിന് അങ്ങനെ ആകുമ്പോൾ ഓവർഫ്ലോ ഒക്കെ വരാണ്ട് നീഡിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നീഡിൽ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നീഡിലെടുക്കുമ്പോൾ കണ്ടില്ലേ, ആ ഒരു നീഡിൽ സ്ക്രാച്ച് ഉണ്ടെങ്കിലാണ് നമ്മളെ ഓവർഫ്ലോ ഒക്കെ നിൽക്കാണ്ട് പെട്രോൾ ഇങ്ങനെ ഒഴിക്കൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ആ പ്രോബ്ലമൊക്കെ ഒന്ന് നോക്കുക. ഇതിന് പറഞ്ഞാൽ നല്ല മിസ്സിങ് ആണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ടാണ് പണിയൊക്കെ ഈ ഒരു ബ്ലോക്കിനെ കൊണ്ടാക്കി. പിന്നെ നമുക്ക് എയർ ഫിൽറ്റർ അയക്കാണ്ട് എയർ ഫിൽറ്റർ അയച്ച് ചെക്ക് ചെയ്യണം. പിന്നെ വാക്വം പിസ്റ്റൺ നിങ്ങൾ നല്ലൊരു പിന്നെ ഇതാണ് വാക്വം പിസ്റ്റൺ തീർച്ചയായും നോക്കുക. കൂടുതലും ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കൂടുതലും കാണിക്കൽ. ഈ ഒരു പ്രശ്നം അതുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മളിത് മാറ്റുന്നില്ല, കസ്റ്റമർ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇത് ഞാൻ വലിയൊരു വിഷയമല്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ടുള്ളൂ, പക്ഷേ സ്ക്രാച്ച് സംഭവിച്ചില്ല. അങ്ങനെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നിർബന്ധമായി മാറ്റണം.
അത് മാറ്റിയില്ലെങ്കിൽ നിൽക്കില്ല മിസ്സിങ്. ഞാൻ ഉറപ്പായി പറയുകയാണ്. കൂടുതലും വരുന്നൊരു കംപ്ലയിൻ്റാണ്. ഞാൻ കാർബറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കരട്ടുണ്ടായും. അതൊക്കെ അയച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് വേണ്ടി വെച്ചാൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം വൃത്തിയായി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് കാർബറേറ്ററിൻ്റെ ഈ മണ്ണും ഈ സ്റ്റോക്ക് ചെയ്യുന്ന ഈ കരടും ഇതൊക്കെ നന്നാക്കി പോക്കാനാണ് നമ്മൾ ഈ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ വൃത്തിയിൽ തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ എത്ര നന്നാക്കാൻ പറ്റുന്ന അത്രയും നന്നാക്കാം. എന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കാർബറേറ്റർ സെറ്റ് ചെയ്യണം. കാർബറേറ്റർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലഗൊക്കെ ഇതിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലാഗായത്. പ്ലഗ് എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിർബന്ധമായി ഇതിൽ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനത്തെ ഈ ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ എന്തൊക്കെ ഭാഗം നോക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ജെറ്റ് എടുത്തിട്ട് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് ചെറുത് ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ച് കണ്ടീഷൻ ആക്കിയതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത്. അതൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം വലിയ ജെറ്റ് ഇടണ്ടല്ലോ. വലിയ ജെറ്റ് നമ്മൾ അത്രയും വൃത്തിയാക്കി എടുക്കുന്നു. ഇതിന് ശേഷം നമുക്ക് ഒരു പിന്നെ 6ൻ്റെ ഡബിൾ എൻഡോ അല്ലെ റിങ്ങോ അല്ലെ മൈനസ് സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഇതിന് കൊണ്ടാണ് ടൈറ്റ് ആക്കുന്നത്. ഇത് മൈനസ് ആയാലും കുഴപ്പമില്ല. അതിന് ശേഷം അത് ടൈറ്റാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ഫ്ലോട്ട് നീഡിൽ ഫിറ്റ് ചെയ്യാണ്. ഫ്ലോട്ട് നീഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടക്കണം. ആ കപ്പ് കണ്ടോ തിരിഞ്ഞു പോയത്. ജസ്റ്റ് നിങ്ങൾക്ക് സംശയം വരുന്ന ഭാഗമൊന്നും വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക. വീട്ടിൽ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിലാട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ജെറ്റ് ഈ ഇതിലാണ് നമ്മളെ ഓവർഫ്ലോ ഇതൊക്കെ വരിക. അതിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ നീഡിലിന് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് വരിക. അതിന് ശേഷം ഒരു പിന്നെ അതിലിറക്കി കൊടുത്താൽ നമ്മൾ നീഡിൽ ഫ്ലോർ നീഡിൽ കണ്ടീഷനായ സെറ്റ് വർക്കിംഗ് ആണോ നോക്കാൻ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, അതിൽ ഫുള്ളെന്ന് അറിയുമ്പോൾ അവിടെ ലോക്കാവുകയാണ് ചെയ്യാൻ നീഡിൽ കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിൻ്റെ ഓവർഫ്ലോ ആ കപ്പ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ വരുന്ന ഈ ചേമ്പറത്തെ പെട്രോൾ സ്റ്റോക്ക് ചെയ്യുന്നത് അത് കണ്ടില്ലേ, അത് തിരിഞ്ഞു പോകണ്ട. അതേ ലെവലിൽ ഒരു ലെവലിലോ നിൽക്കുക. കണ്ടില്ല 3 സ്ക്രൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ 3 സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കുക. എന്നിപ്പോൾ താഴെ എല്ലാ ഭാഗം നമ്മൾ ഫിനിഷിങ് ചെയ്ത് ഇനി നമുക്ക് വാക്വം പിസ്റ്റൺ സെറ്റ് ചെയ്യാനാണുള്ളത്. നമുക്ക് വാക്വം പിസ്റ്റൺ എങ്ങനെ സെറ്റ് ചെയ്യൽ നോക്കാം. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടിയെന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മളെ സബ്സ്ക്രൈബിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു 3 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ വാക്വം പിസ്റ്റൺ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ കയ്യിൽ നിന്ന് നിങ്ങൾ സ്ക്രാച്ചൊക്കെ കണ്ടാൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കണ്ടാൽ കയ്യിൽ നിന്ന് മാറ്റി തന്നല്ലേ. കണ്ടോ, ഒരു സൈഡിലാണ് ആ ഒരു പോയിന്റ് വരിക. ആ പോയിന്റിൽ തന്നെ വെച്ച് വാക്വം പിസ്റ്റൺ ഇങ്ങനെ വെച്ചിട്ട് ഇറക്കി കൊടുക്കാം. അതുകൊണ്ട് കയ്യിൽ നിന്ന് വാക്വം പിസ്റ്റൺ നല്ല കംപ്ലയിൻറ്റ് വരലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മാറ്റുന്നതായിരിക്കും നന്നാവും. ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ വന്നാൽ എന്നാൽ കൂടുതലും നിങ്ങൾ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇവിടെ എന്തെങ്കിലും കമൻറ്റോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റാക്കി ചോദിക്കാം, ഞാൻ പറയുന്നതായിരിക്കും. ഇതിന് ശേഷം നമ്മൾ അയച്ചപ്പോൾ തന്നെ ഒരു 2 പിന്നെ സ്റ്റാർ സ്ക്രൂ ആയിരിക്കും അയച്ച് അത് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് ഒരു 2 സ്ക്രൂ അയമ്മൽ വരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കാർബറേറ്റർ ഫിറ്റ് ചെയ്യണം. കാർബറേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചോക്കിൻ്റെ കേബിൾ എന്തോ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. നല്ലോണം ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഓയിലൊക്കെ അയമ്മൽ ടച്ച് ചെയ്തിട്ട് ഇറക്കുന്നതാക്കി നന്നാവുക. ഈ ഒരു സ്റ്റെക്കിനെ കൊണ്ടും മിസ്സിങ്ങും മൈലേജ് ഷോട്ടൊക്കെ വരാണ്ട് ചോക്കിലായി പോയാൽ വണ്ടി നമുക്ക് മൈലേജ് ഷോട്ട് വരും. അതിനെക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് വരുത്തിയിട്ട് മാത്രം സെറ്റ് ചെയ്യാം. നമ്മൾ കാർബറേറ്റർ അയച്ചപ്പോൾ ഒന്ന് തിരിച്ചങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു എയർ പൈപ്പ് ഇതൊക്കെ അയച്ചൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. അതിന് ശേഷം ബാക്ക് എയർ ഫിൽറ്ററിൻ്റെ ഹോസ് നമ്മൾ ഫിറ്റ് ചെയ്ത ശേഷം ഫ്രണ്ട് ഇൻസുലേറ്ററിലേക്ക് കണ്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടില്ല. എത്ര പണിയില്ല. നമ്മൾ കാർബറേറ്റർ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. എന്തോ സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റായി ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റാർ ഉപയോഗിച്ചിട്ട് ആ 2 സ്ക്രൂ ആയി ലൂസാക്കിയെന്ന് തിരിച്ച് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക സ്റ്റാർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് വേണം നമുക്ക് എസറിൻ്റെ കേബിൾ ഫിറ്റ് ചെയ്യാണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്രോൾ പൈപ്പ് സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനിയും വരുന്നതാണ്. അതൊക്കെ നമ്മൾ അടുത്തായിട്ട് നമുക്ക് പിന്നെ എയർ ഫിൽറ്റർ കഴിക്കാണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാണ്ട് എങ്ങനെ ഉണ്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ വണ്ടിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മൈലേജും പോപ്പുലറായിട്ടുള്ള പിന്നെ പുള്ളിങ്ങും എല്ലാം കിട്ടും. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി തരാം. അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ നമ്മളെ വർക്ക്ഷോപ്പിൽ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരലുണ്ട്. അതുകൊണ്ട് ഞാനിത് വീഡിയോ ആക്കാൻ ഞാൻ വിചാരിച്ച് കമൻറ്റിലായിട്ട് ചോദിച്ചലുണ്ട്. അതിനെക്കൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ അയച്ചപ്പോൾ എന്താ തിരിച്ച് കണ്ടില്ലേ ഒരു പ്ലേ വെക്കണം കേട്ടോ. നമ്മളെ ആസെറ്റ് ആ ഒരു കേബിൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ആ ഒരു കേബിളിൻ്റെ അവിടെ കണ്ടില്ലേ ആ ഒരു ചെറിയൊരു പ്ലേ വേണം. എന്നാലും നമുക്ക് അല്ലെങ്കിൽ റേസായി കിടക്കും വണ്ടി. കണ്ടോ ആ ഒരു കേബിളിന് അത്ര പ്ലേ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു കവറിങ് കൊടുക്കുക ആക്സിലേറ്ററിൻ്റെ.
ഒരു കവറിങ് ഫിറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അയച്ചപ്പോൾ തന്നെ 2 സ്റ്റാർ സ്ക്രൂ വെച്ചിട്ട് അങ്ങോട്ട് ടൈറ്റായി കൊടുക്കുക. സ്ക്രൂ ഇട്ടിട്ട് ഒരു ലെവലിൽ വെച്ചാൽ റെഡി ആയിരിക്കും, തോനെ മാറാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ശേഷം നമുക്ക് നമുക്കൊരു സെൻസറിൻ്റെ പിന്ന് ഊരിയുണ്ടായും, ആ പിന്ന് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. മാറി തിരിഞ്ഞും പോകണ്ട, ഉണ്ടല്ലോ ഒരു ക്ലിപ്പ് പുറത്തേക്കായിട്ടാണ് വരിക, അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഇതാക്കിയിട്ട് നമ്മൾ പെട്രോൾ വരുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം പെട്രോൾ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലഗ് ചേഞ്ച് ആണ്. പ്ലഗ് നമ്മൾ ഈ ഒരു ഇങ്ങനെയൊക്കെ കൂടുതൽ കംപ്ലൈൻ്റ് ഒക്കെ വരാണ്ട് പ്ലഗ് നിർബന്ധമായി മാറ്റി കൊടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ പ്ലഗിൻ്റെ ഷോർട്ടിന് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പ്ലഗ് ഷോർട്ടായാലും വണ്ടി സ്റ്റാർട്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ചാനലൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും പ്ലഗിനെ പറ്റിയുള്ള വീഡിയോ ഉണ്ടോ. ഈ പ്ലഗ് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, കണ്ടില്ലേ. അതുകൊണ്ട് ഈ പ്ലഗ് നമ്മൾ ഈ ഒരു മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ആ പ്ലഗും കൂടി നിങ്ങൾ മാറ്റി ചേഞ്ച് കൊടുത്ത് കൊടുക്കാം, അതായിരിക്കും നന്നാവുക. അതുകൊണ്ട് ഇതാണ്ടോ, ഇത് 10-20 കിലോമീറ്റർ ഓടിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പ്ലഗ് എന്തായാലും നിർബന്ധമായി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മളുണ്ടോ ഈ കാർബറ്റ് ക്ലീൻ ചെയ്ത് പോപ്പുലറായിട്ട് വർക്കിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പ്ലഗ് എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നപ്പോൾ അതിൻ്റെതായ മാറ്റം എന്തായാലും ഉണ്ടാവും വണ്ടിക്ക്. അതുകൊണ്ട് നമ്മൾ പുതിയ പ്ലഗാണ് എടുത്ത് റീസെറ്റ് ചെയ്തിരുന്ന് പ്ലഗ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് അടുത്ത നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമാണ് നോക്കുന്നത്. എയർ ഫിൽറ്റർ എന്താണ് സ്ഥിതി എന്നാണ് നമ്മൾ അയച്ചു നോക്കുന്നത്. നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒരു അഡാപ്റ്റർ ഊരിയിട്ട് അഡാപ്റ്റർ സെറ്റ് ചെയ്ത് ജസ്റ്റ് ആണ്ടില്ലേ എയർ ഫിൽറ്റർ ഊരാണ്. എയർ ഫിൽറ്റർ 4 സ്ക്രൂ വരികയാണല്ലേ, മുകളിൽ സ്റ്റാർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഫുള്ള് കണ്ടില്ല, മണ്ണൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ സൈഡൊക്കെ, അല്ലെങ്കിൽ എയർ ഫിൽറ്ററിൽ മണ്ണ് കയറാനൊക്കെ സാധ്യതയുണ്ട്. കണ്ടോ ഫുള്ള് കണ്ടില്ല, മണ്ണിൻ്റെ പൊടിയോ കണ്ടില്ല, അതിൽ എയർ ഫിൽറ്റർ ബ്ലോക്കായി കിട്ടുന്നത്. ഈ എയർ ഫിൽറ്റർ നമ്മൾ എന്തായാലും മാറ്റണം. അതുകൊണ്ട് നമ്മൾ നന്നാക്കി അവർക്ക് ഒരു 5000 കിലോമീറ്റർ ഓടുമ്പോൾ ഒന്ന് അയച്ച് നമ്മൾ സീറ്റ് വരാനൊക്കെ സിമ്പിളാണല്ലോ, എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ പുതിയ എയർ ഫിൽറ്റർ വാങ്ങി 225 രൂപയാണ് ഈ ഒരു എയർ ഫിൽറ്ററിന്. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നന്നാക്കി കഴിയുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് അയച്ച് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മൾ ഈ ടയർമിൽ കൂടെ മുകളിലോട്ട് വരുന്നൊരു മണ്ണാണ്, മഴക്കാലത്തൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക, നമ്മൾ കൊണ്ടാകുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഈ ഒരു കവറിങ് ആണ് നമ്മളെ മണ്ണ് കയറാണ്ടിരിക്കാനുള്ള ഒരു കവറിങ്. പക്ഷേ കവറിങ് ഇട്ടാലും എന്തായാലും മണ്ണ് അങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്ക് അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ റെഡി ആവുകൊണ്ടാണ് ഈ ഒരു ഭാഗം കൂടി ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കാർബറ്റർ മാത്രം അയച്ചിട്ട് കാര്യമില്ല. കാർബറ്റർ അയച്ച് ക്ലീൻ ചെയ്തിട്ട് എയർ ഫിൽറ്ററൊക്കെ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരയച്ചാലും ഈ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും റെഡി ആവില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ഷെയർ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ട്യൂൺ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ഒരു സ്റ്റാറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ അതിൻ്റെ താഴെ ഒരു 3 സ്ക്രൂ ആണ് സൈഡ്. കാരണം നമ്മൾ 2 അയക്കുന്ന കാണിച്ചില്ല, താഴെ വരും കണ്ടില്ല കാണിച്ചില്ലേ, ആ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇമെല്ലായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാത്തത്. എന്നിട്ട് 2 സൈഡും നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ടും ചെയ്ത് നോക്കാം എങ്ങനെയാണ്, നല്ല വർക്കിംഗ് ആണോ എന്നൊക്കെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റാർട്ട് ചെക്ക് ചെയ്യാണ്. പോയി കണ്ടു.